ഗുഡ് ആഫ്റ്റർനൂൺ. +2 എക്കണോമിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് +2 മൈക്രോ എക്കണോമിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ദ ലോ ഓഫ് ദ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഉപഭോക്താവിന്റെ പെരുമാറ്റ സിദ്ധാന്തം. അപ്പോ ഇതുവരെ ഡിസ്കസ് ചെയ്തതിന്റെ ബാക്കിയാണ് ഇനി എടുക്കാൻ പോകുന്നത് എന്നുള്ളത് പറഞ്ഞിരുന്നു. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, +2 എക്കണോമിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ബാക്കിയാണ് സെക്കൻഡ് ചാപ്റ്റർ. അങ്ങനെ ഓരോ ചാപ്റ്ററും കഴിയും തോറും എന്ത് ചെയ്യും, ഓരോ ഒന്നിന്റെയും ബാക്കിയായിട്ടാണ് എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി മാക്രോ എക്കണോമിക്സിലേക്ക് എത്തുന്ന സമയത്തും അതുപോലെ തന്നെയാണ്. മൈക്രോ എക്കണോമിക്സിന്റെ ചില പാർട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്, +2ലേക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിന്റെ ബാക്കിയായിട്ടുള്ള ദ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന രസകരമായിട്ടുള്ള ഒരു ലെസൺ ആണ്. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിന്റെ ബാക്കി നമുക്ക് ആവശ്യമാണ്. അതിന്റെ ഇതായിട്ടാണ് എഴുതിയിട്ടുണ്ട്. ലോ ഓഫ് ഡിമാൻഡ് പറഞ്ഞിരുന്നു. ദ ലോ ഓഫ് ഡിമാൻഡ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു പ്രൈസും ഡിമാൻഡും തമ്മിൽ നെഗറ്റീവ് റിലേഷൻ ആണെന്ന് പറഞ്ഞിരുന്നു. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു, പ്രൈസ് കുറയുന്ന സമയത്ത് ഡിമാൻഡ് കൂടുന്നു, പ്രൈസ് കൂടുന്ന സമയത്ത് ഡിമാൻഡ് കുറയുന്നു, പ്രൈസ് കുറയുന്ന സമയത്ത് ഡിമാൻഡ് കൂടുന്നു എന്ന് പറയുന്ന ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് അഥവാ നെഗറ്റീവ് റിലേഷൻ ആണ്. എന്തൊക്കെ, ഡിമാൻഡും പ്രൈസും തമ്മിൽ നെഗറ്റീവ് റിലേഷൻ ആണ്. അപ്പോ ഇനി നമുക്ക് പറയാൻ പോകുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. എന്താണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ പറഞ്ഞിരുന്നത് പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതിൽ പ്രൈസ് കുറയുന്ന സമയത്ത് ഡിമാൻഡിൽ വരുന്ന മാറ്റം, എത്രയാണ് മാറ്റം എന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ എത്രയാണ് മാറ്റം വരുന്നത്, ആ മാത്തമാറ്റിക്കലായിട്ട് വിശദീകരിക്കുന്ന ഒരു രീതിക്ക് പറയുന്ന പേരാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. പ്രൈസിൽ ഉണ്ടാവുന്ന മാറ്റത്തിന്റെ ഫലമായിട്ട് ഡിമാൻഡിൽ വരുന്ന ചേഞ്ച്, അങ്ങനെ മാത്തമാറ്റിക്കലായിട്ട് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഈ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കൊണ്ടുവന്നിട്ടുള്ളത് ആൽഫ്രഡ് മാർഷൽ ആണ്. ആൽഫ്രഡ് മാർഷൽ ആണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോ 5 ഡിഗ്രിയിലൂടെയാണ്, 5 അളവുകളിലൂടെയാണ് ഈ ഒരു ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കടന്നു പോകുന്നത്. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് പെർഫെക്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ്, 2 പെർഫെക്റ്റ് ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ്, 3 ഇലാസ്റ്റിക് ഡിമാൻഡ്, 4 ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ്, 5 യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. അങ്ങനെ 5 അളവിലൂടെയാണ് എന്ത് പോകുന്നത്, ഈ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കടന്നു പോകുന്നത്. അപ്പോ ഈ 5 ഡിഗ്രികൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ്, അതിനെ എങ്ങനെയൊക്കെയാണ് ഗ്രാഫിലൂടെ വിശദീകരിക്കുക, അതിന്റെ ഡിഗ്രികൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, ഒരു പ്രോബ്ലം വരും. 3 രീതിയിലാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അളക്കുന്നത്, മെഷർ ചെയ്യുന്നത്. അതിനെ കുറിച്ചിട്ടാണ് അടുത്ത വീഡിയോയിലായിട്ട് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ എങ്ങനെയാണ് പെർഫെക്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, എന്താണ് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോ എന്താണ് പെർഫെക്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ്? പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഫലമായി ഡിമാൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ച് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റാത്ത രീതിയിലാണ് എങ്കിൽ, അനന്തമാവുകയാണ് എങ്കിൽ, അതിന് പറയുന്ന പേരാണ് പെർഫെക്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് നോക്കുക, ഗ്രാഫ് വരച്ചു, ഇവിടെ എക്സ് രേഖപ്പെടുത്തി, വൈ രേഖപ്പെടുത്തി, ഒറിജിൻ രേഖപ്പെടുത്തി. ഇവിടെ ഡിമാൻഡ് ആണ്, ഡിമാൻഡ്, ഇവിടെ പ്രൈസ്. അപ്പോ പ്രൈസിൽ ഉണ്ടാവുന്ന മാറ്റത്തിന്റെ ഫലമായി ഡിമാൻഡിൽ ഉണ്ടാകുന്ന ഡിഗ്രി അളവ് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റാത്ത രീതിയിലേക്ക് മാറുകയാണ് എങ്കിൽ അതിനെയാണ് എന്ത് പറയാ, പെർഫെക്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയാം. നമുക്കൊന്ന് ഗ്രാഫ് വരച്ചു നോക്കാം. ഇങ്ങനെ ആയിരിക്കും. അഥവാ പ്രൈസ് 0യിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതോറും പ്രൈസ് കൂടുകയാണല്ലോ. പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും അതിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, യാതൊരു അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റാത്ത രീതിയിലേക്കും
എന്തായിരിക്കും, അളക്കാൻ പോലും പറ്റാത്ത രീതിയിൽ കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഏത് ഈ ഒരു എക്സ് അക്ഷത്തിന് വരക്കുന്ന ഇതിന്റെ അർത്ഥം വരുന്നത്. അപ്പോൾ പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റം, പ്രൈസ് ഇത്രയാണ്, ഇത്രയും പ്രൈസ് ആണ് എങ്കിൽ ഇത്രയും ഡിമാൻഡ് വരിക, ഇത്രയാണ് പ്രൈസ് എങ്കിൽ ഇത്രയായിരിക്കും ഡിമാൻഡ് വരിക. അപ്പൊ പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റം അത് കൂടിയാലും കുറഞ്ഞാലും അതിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻഫിനിറ്റീവ് ആയിരിക്കും. അപ്പൊ അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻഫിനിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ പെർഫെക്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഫലമായി ഡിമാൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്താ, അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റാത്ത രീതിയിലേക്ക് മാറുകയാണ് എങ്കിൽ അതിനെയാണ് എന്ത് പറയാ, പെർഫെക്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് പെർഫെക്റ്റ് ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ്. പെർഫെക്റ്റ് ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പൊ പെർഫെക്റ്റ് ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതിന്റെ ഒരു ബാക്കി എന്നോണം പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഫലമായി ഡിമാൻഡിൽ ഉണ്ടാകുന്നത് യാതൊരു പ്രതികരണവും ഇല്ലാത്ത മാറ്റം, യാതൊരു പ്രതികരണം ഉണ്ടാവില്ല. അപ്പൊ പ്രൈസിൽ കൂടിയാലും കുറഞ്ഞാലും എന്തായിരിക്കും, അതിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതൊരു കുന്തം വിഴുങ്ങിയ പോലെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഒരു മാറ്റം ഉണ്ടാവില്ല. എത്രയായിരിക്കും നോക്കുക, പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റം കൂടിയാലും കുറഞ്ഞാലും എന്തായിരിക്കും, ഡിമാൻഡ് എന്തായിരിക്കും, ഇങ്ങനെ ആയിരിക്കും. അപ്പൊ ഇനി പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും ഇവിടെ ഇങ്ങനെ കൂടുകയാണെങ്കിലും കുറയാണെങ്കിലും എന്തായിരിക്കും, അതിന്റെ ഡിമാൻഡ് ഒരു മാറ്റവും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥക്ക് പറയുന്ന പേരാണ് ഇത് പെർഫെക്റ്റ് ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ്. അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ പെർഫെക്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് പറഞ്ഞു, പെർഫെക്റ്റ് ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡും പറഞ്ഞു. അടുത്തത് ഇലാസ്റ്റിക് ഡിമാൻഡ്. പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഫലമായി ഡിമാൻഡിൽ ഉണ്ടാകുന്ന വർധനവിനെയാണ് എന്ത് പറയാ, ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അഥവാ പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റത്തിനേക്കാളും എന്ത് സംഭവിക്കുക, ഡിമാൻഡ് സംഭവിക്കുക. അതിനാണ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോ ഇത്രയും പി ആയിരുന്ന സമയത്ത് ഇത്രയും ഡിമാൻഡാണ്. ഓക്കെ, ഇത്രയും ഡിമാൻഡാണ്. ഇനി പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു, പിയിൽ നിന്ന് P1 ആയിട്ട് എന്ത് ചെയ്തു, ക്യാഷ് കൂടി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ ലോ ഓഫ് ഡിമാൻഡ് പറഞ്ഞിരുന്നു, ക്യാഷ് കൂടി കഴിഞ്ഞാൽ ഡിമാൻഡ് എന്ത് ചെയ്യും, കുറയുന്നു. അപ്പൊ പിയിൽ നിന്ന് P1 ആയിട്ട് പ്രൈസ് കുറഞ്ഞതിന്റെ ഫലമായി ഡിമാൻഡ് എന്ത് ചെയ്തു, ഡിമാൻഡ് കുറഞ്ഞു. ക്യൂവിൽ നിന്ന് Q1 ആയിട്ട് എന്ത് ചെയ്തു, Q1 ആയിട്ട് കുറഞ്ഞു. അപ്പൊ പിയിൽ നിന്ന് P1 ആയിട്ട് ക്യാഷ് കൂടി, എന്നാൽ ക്യൂവിൽ നിന്ന് Q1 ആയിട്ട് ഡിമാൻഡ് എന്ത് ചെയ്തു, കുറഞ്ഞു. അപ്പൊ പ്രൈസിൽ ഉണ്ടായ മാറ്റം എത്രയാണ്, ഇത്രയും മാറ്റമുള്ളൂ. എന്നാ ഡിമാൻഡിൽ ഉണ്ടായ മാറ്റോ, ഈ പ്രൈസിൽ ഉണ്ടായ മാറ്റത്തിനേക്കാളും കൂടിയ രീതിയിലാണ് ഡിമാൻഡ് സംഭവിച്ചത്. അങ്ങനെയുള്ളതിനെയാണ് എന്ത് പറയാ, ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 കൂടുതലായിരിക്കും, ഗ്രേറ്റർ ദാൻ 1. അപ്പൊ പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റത്തിനേക്കാളും ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റം സംഭവിക്കുക. അപ്പോ അതിനാണ് എന്ത് പറയാ, ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി നേരെ തിരിച്ചടുത്ത് ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ്. പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റത്തിനേക്കാളും കുറഞ്ഞ രീതിയിൽ എന്ത് സംഭവിക്കുക, ഡിമാൻഡ് സംഭവിക്കുക. ഇനി അടുത്ത എങ്ങനെയാണ് നോക്കുക, പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റം പി ഇത്രയും സമയത്ത് ഇത്രയാണ് ഡിമാൻഡ്, ഇത്ര രൂപ ഉണ്ടായിരുന്ന സമയത്ത് ഇത്രക്കും ഡിമാൻഡ് ആണെന്ന് സങ്കല്പിക്കുക. അപ്പൊ പിയിൽ നിന്ന് P1 ആയിട്ട് എന്ത് ചെയ്തു, പിയിൽ നിന്ന് P1 ആയിട്ട് ക്യാഷ് കുറഞ്ഞു, പിയിൽ നിന്ന് P1 ആയിട്ട് ക്യാഷ് കൂടി. അപ്പൊ എന്ത് ചെയ്തു, ഡിമാൻഡ് സംഭവിക്കുകയാണ്. ക്യൂവിൽ നിന്ന് Q1 ആയിട്ട് ക്യാഷ് കുറഞ്ഞു. അഥവാ പിയിൽ നിന്ന് P1 ആയിട്ട് ഇത്രയും ക്യാഷ് ആണ് എന്ത് ചെയ്തുള്ളത്, കൂടിയിട്ടുള്ളത്. എന്നാൽ ഡിമാൻഡിൽ ഉണ്ടായ മാറ്റം എത്രയാണ്, ഇത്രയും മാറ്റമാണ്. അഥവാ പ്രൈസിൽ ഉണ്ടായ മാറ്റത്തിനേക്കാളും കുറഞ്ഞ രീതിയിലാണ് മാറ്റം സംഭവിച്ചിട്ടുള്ളത്. അതിനെയാണെന്ന് പറയാ ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 കുറവായിരിക്കും. അപ്പോ ഇനി അടുത്തത് ലാസ്റ്റത്തെയാണ് എന്ത്, യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് പ്രൈസിൽ ഉണ്ടായ മാറ്റത്തിന്റെ അതേ മാറ്റം എന്തിനും സംഭവിക്കുക, ഡിമാൻഡിനും സംഭവിക്കുക. അതിനെയാണെന്ന് പറയാ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക, ഇത്രയും പി ആയിരുന്ന സമയത്ത് ഇത്ര ഡിമാൻഡ്, എന്നാൽ പിയിൽ നിന്ന് P1 ആയിട്ട് എന്ത് ചെയ്തു, ക്യാഷ് കൂടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഡിമാൻഡ് എന്ത് ചെയ്യും, കുറയും. അപ്പൊ ക്യാഷ് കുറഞ്ഞത് ഇത്രയാണ്, ക്യൂവിൽ നിന്ന് Q1. അപ്പോ പ്രൈസ് ഇത്രയാണ് മാറ്റം വന്നിട്ടുള്ളത്, എന്നാൽ ഡിമാൻഡ് എത്രയാണ്,
ഈ ഒരു മാറ്റം തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. കാരണം പ്രൈസിലുണ്ടായ മാറ്റത്തിന്റെ അതേ മാറ്റം തന്നെ എന്തിനും സംഭവിക്കുക, ഡിമാൻഡിനും സംഭവിക്കുക. അതിനെയാണ് എന്ത് പറയാ, യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ 5 തരത്തിലുള്ള ഡിഗ്രികളാണുള്ളത്. ഒന്ന് പെർഫെക്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ്, പെർഫെക്റ്റ് ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ്, യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്, ഇലാസ്റ്റിക് ഡിമാൻഡ്, അതുപോലെ തന്നെ ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പൊ ഇതിന്റെ ഡിഗ്രി എന്താണ്? യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡിന്റെ ഡിഗ്രി എന്തായിരിക്കും? 1ന് സമമായിരിക്കും. ഓക്കെ. അപ്പൊ ഇനി ഈ അളവുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് മാത്രം ആശംസിച്ച് എല്ലാവർക്കും നന്ദി, നമസ്കാരം.